ഇലക്ഷൻ അങ്ങോട്ട് അടുത്തടുത്തടുത്ത് വരുമ്പോൾ സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഒന്നൊന്നായി പുറത്തു വരികയാണ്. ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, സുഭാഷിതം. നിങ്ങൾ ഞങ്ങളുടെ ഗാലറിയിൽ കയറി നോക്കി ഇതെല്ലാം കാണാൻ പറ്റും. അതിൽ ഞങ്ങൾ ചില രാഷ്ട്രീയ നാടകങ്ങളെക്കുറിച്ചും അന്തർധാരകളെക്കുറിച്ചുമൊക്കെ ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു. എന്തായാലും ചില സ്ഥാനാർത്ഥികളെക്കുറിച്ചും ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു. തിരുവനന്തപുരം നേമം നിയോജക മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ BJPക്ക് കൊണ്ട് മത്സരിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. ഓപ്പോസിറ്റായിട്ട് CPMന് വേണ്ടി മത്സരിക്കുന്നത് ശിവൻകുട്ടി തന്നെയാണ്. ശിവൻകുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ ശിവൻകുട്ടി തന്നെയാണ് മത്സരിക്കുന്നത്. എന്നാൽ അത് കഴിഞ്ഞിട്ട് അവിടെ വൈഷ്ണ സുരേഷ് എന്ന് പറയുന്ന മുട്ടടയിൽ നിന്ന് ജയിച്ചിട്ടുള്ള, തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടടയിൽ നിന്ന് ജയിച്ചിട്ടുള്ള 24 വയസ്സ് പ്രായമുള്ള, ഇപ്പോൾ 24.5 വയസ്സ് കാണും പ്രായമുള്ള വൈഷ്ണ സുരേഷാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്നാണ് കേൾക്കുന്നത്. ഒരു ഡോക്ടർ GV ഹരിയുടെ പേര് കേട്ടു. പക്ഷേ GV ഹരിയേക്കാൾ കൂടുതൽ പറഞ്ഞിപ്പോൾ കേൾക്കുന്നത് വൈഷ്ണ സുരേഷിൻ്റെ പേരാണ്. അങ്ങനെയാണെങ്കിൽ അത് വളരെ വലിയ ഒരു മറ്റൊരു തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി. അതായത് എന്തുകൊണ്ട് കോൺഗ്രസ്സുകാർ രാജീവ് ചന്ദ്രശേഖരനും ശിവൻകുട്ടിക്കെതിരെ വളരെ ജൂനിയറായ ഒരാളിനെ കൊണ്ട് നിർത്തുന്നു എന്നൊരു ചോദ്യം പൊളിറ്റിക്കൽ മേഖലയിൽ, രാഷ്ട്രീയ രംഗത്ത് കൗതുകമാണ്. അത് എന്താണ് അതിൻ്റെ ലക്ഷ്യം? ശിവൻകുട്ടിയെ ജയിപ്പിച്ചെടുക്കലാണോ, അതോ വൈഷ്ണ സുരേഷ് ജയിക്കുമെന്നാണോ, അതോ രാജീവ് ചന്ദ്രശേഖരനെ ജയിപ്പിച്ചെടുക്കലാണോ? എന്താണ് അവിടുത്തെ പൊളിറ്റിക്കൽ തന്ത്രം? കഴിഞ്ഞ പ്രാവശ്യം മുരളീധരനാണ് മത്സരിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുരളീധരൻ മത്സരിച്ചില്ലെങ്കിലും അതിന് സമാനമായിട്ടുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ശിവകുമാറോ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആരെങ്കിലും അവിടെ മത്സരിക്കണ്ടേ? പക്ഷേ നേമത്ത് അത് സംഭവിക്കുന്നില്ല. ഇനി ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം സെൻട്രൽ CP ജോണിന് കൊടുക്കാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു വരുന്നു UDFിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ശിവകുമാർ മത്സരിക്കാൻ പോകുന്നത് അരുവിക്കരയിലേക്കായിരിക്കും. അങ്ങനെ വന്നാൽ MM ഹസൻ ഇനി എവിടെ മത്സരിക്കും എന്നൊരു ചോദ്യമുണ്ട്. കഴക്കൂട്ടത്ത് മത്സരിക്കുമോ? MM ഹസൻ എവിടെയാണ് മത്സരിക്കുക എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഹരഹാസനും മത്സരിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. കഴക്കൂട്ടം MM ഹസനെ സംബന്ധിച്ചിടത്തോളം ഒരു സാധ്യതയുള്ള, കാരണം മുസ്ലിം വാഹിദ് അവിടെ നേരത്തെ ജയിച്ചതാണ്, MA വാഹിദ് ജയിച്ചതാണ്. അതുകൊണ്ട് ഒരു സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് കഴക്കൂട്ടത്ത് ഹസനെ സംബന്ധിച്ചിടത്തോളം. അതിനുള്ള സാധ്യതയുമുണ്ട്. വട്ടിയൂർക്കാവിലാണെങ്കിൽ ആൾറെഡി 3 പേരെ പേര് വന്നു കഴിഞ്ഞു. PK പ്രശാന്ത് CPMന് വേണ്ടി, ശ്രീലേഖ IPS BJPക്ക് വേണ്ടി, അതുപോലെ തന്നെ കോൺഗ്രസ്സിന് വേണ്ടിയിട്ടുള്ള സ്ഥാനാർത്ഥി K മുരളീധരനും വന്നു കഴിഞ്ഞു. ഐഷ പോറ്റി ആയിരിക്കും കൊട്ടാരക്കരയിൽ മത്സരിക്കുക. രശ്മി ആയിരിക്കാം, മിക്കവാറും കോൺഗ്രസിൽ നിന്ന് മാറി വന്ന് BJPയിൽ പോയ രശ്മി ആയിരിക്കാം അവിടുത്തെ അടുത്ത കാൻഡിഡേറ്റ്. BJPയുടെ ബാലഗോപാലിൻ്റെ കാര്യത്തിലാണ് അവിടെ തീരുമാനമാകേണ്ടത്. ബാലഗോപാൽ ശരിക്കു പറഞ്ഞാൽ കൊട്ടാരക്കരയിൽ CPMൻ്റെ കാൻഡിഡേറ്റായിട്ട് മത്സരിക്കുമ്പോൾ ജയിക്കുമോ? അങ്ങനെ പറയുമ്പോൾ ജയമോഹന് വേണ്ടി മുഹേഷിനെ തഴഞ്ഞുകൊണ്ട് S ജയമോഹന് വേണ്ടിയിട്ടുള്ള ചുവരെഴുത്തുകൾ കൊല്ലം മണ്ഡലത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. പഴയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും കാഷ്യൂ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ചെയർമാനുമായിട്ടുള്ള, ഇപ്പോഴത്തെ CPMൻ്റെ ആക്ടിംഗ് സെക്രട്ടറി ആയിട്ടുള്ള S ജയമോഹന് വേണ്ടി അവിടെയും പണി ആരംഭിച്ചു കഴിഞ്ഞു, കൊല്ലത്തും. അങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിൽ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ സംസ്ഥാനത്ത് നടന്നു വരുന്നു. ഓരോ മണ്ഡലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെയെല്ലാം പല മണ്ഡലങ്ങളിലും പല തരത്തിലുള്ള ഡീലുകൾ. ഇതിനിടയിൽ പാലക്കാട് ചില ഡീലുകൾ നടക്കുന്നതായി കേൾക്കുന്നു. ശോഭാ സുരേന്ദ്രൻ ജയിക്കുവാനുള്ള സാധ്യതയുണ്ട്. പകരം വേറെ ചില മണ്ഡലങ്ങളിൽ ചില സാധ്യതകൾ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതാരുമായിട്ടൊക്കെയാണ് ഡീൽ എന്നുള്ള കാര്യങ്ങൾ ഞങ്ങളിവിടെ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. പല കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്, അറിയുന്നുണ്ട്. പക്ഷെ അതിനിയും കുറച്ച് ദിവസം കൂടെ എടുക്കും നമ്മളിത് പറയാൻ. എന്തായാലും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗം അതീവ ഗുരുതരമായിട്ടുള്ള നാടകങ്ങളുടെയും അന്തർധാരകളുടെയും അന്തർനാടകങ്ങളുടെയും ചരടിവലികളുടെയും ഭാഗമായിട്ട് കേരളത്തിലെ രാഷ്ട്രീയം മാറിയിട്ടുണ്ട്. വിവാദങ്ങളുടെ ഒരു നാടായി കേരളം മാറുകയാണ്. അപ്പോൾ അവിടെ നേരത്തെ UDFും LDF മാത്രമാണ് 2 മുന്നണിയായി മത്സരിച്ചിരുന്നെങ്കിൽ വാദിശക്തമായ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുന്നണിയായിട്ടുള്ള NDA മുന്നണി വരുമ്പോൾ അതിൽ ആർക്കാണ് NDA മുന്നണിയുടെ വോട്ട് കിട്ടുക? അവർ NDA മുന്നണി ജയിക്കാൻ മാത്രം പാകത്തിൽ കേരളത്തിൽ വളർന്നിട്ടുണ്ടോ? ഇല്ല എങ്കിൽ അവർ പിടിക്കുന്ന 20% മുതൽ 30% വരെ വരുന്ന വോട്ട്, ഇപ്പോൾ കാട്ടാക്കടയിൽ 30% പറയുന്നുണ്ട്, കഴക്കൂട്ടത്തിൽ 30% പറയുന്നുണ്ട്, 30%ത്തിൽ കൂടുതൽ പറയുന്നുണ്ട്, ആറ്റിങ്ങൽ, അങ്ങനെ പല സ്ഥലങ്ങളിലും 20 മുതൽ മിനിമം 20 മുതൽ 30 വരെ ശതമാനം വോട്ട് BJP NDA മുന്നണി പിടിക്കുമ്പോൾ ആരാണ് വാഴുക ആരാണ് വീഴുക എന്ന് നമുക്കറിയാൻ കഴിയില്ല. അരുവിക്കരയിൽ വീണ്ടും സ്റ്റീഫൻ തന്നെ മത്സരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. BJPക്ക് ആരാണ് കാൻഡിഡേറ്റ് എന്നറിയില്ല. ഇനി കൃഷ്ണകുമാറിനെ കൊണ്ടുപോയി അരുവിക്കരയിൽ മത്സരിക്കുമോ? അങ്ങനെയാണെങ്കിൽ കരമന ജയൻ സെൻട്രലിൽ മത്സരിക്കുമോ? തിരുവനന്തപുരം സെൻട്രലിൽ കരമന ജയൻ മത്സരിക്കുകയാണെങ്കിൽ
അരുവിക്കരയിലേക്ക് കൃഷ്ണകുമാർ പോകാൻ സാധ്യതയുണ്ട്. അല്ല, കൃഷ്ണകുമാറാണ് ഈ തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിക്കുന്നതെങ്കിൽ കരമന ജയൻ മത്സരിക്കുന്നില്ലയോ, അതോ നേരത്തെ പാറശാലയിൽ മത്സരിച്ചതുപോലെ പാറശാലയിൽ മത്സരിക്കുമോ? ഇങ്ങനെ വളരെ രസകരമായ കൗതുകമുള്ള രാഷ്ട്രീയ കാര്യങ്ങളാണ് കേരളത്തിൽ നടന്നു വരുന്നത്. വളരെ രസകരമാണ് കേരളത്തിൽ. വളരെ നല്ല ഒരു രാഷ്ട്രീയമായിട്ടുള്ള ചേരുതിരിവുകളും പരസ്പരം പാരവെപ്പുകളും അതേസമയം തന്നെ അന്തർധാരകൾ വളരെ വലുതാണ്. ഈ അന്തർധാരയിൽ ജനങ്ങൾ ആരെ വാഴിക്കും ആരെ വീഴിക്കുമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. അതൊരു ഘട്ടം കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയും ധാരാളം ചർച്ചകൾ നടക്കേണ്ടതുണ്ട്, സ്ഥാനാർത്ഥികൾ ആരെന്നറിയേണ്ടതുണ്ട്. അതൊക്കെ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആരാണ് കേരളത്തിൽ കൃത്യമായി ഇതിലേക്ക് വരുന്നത്, ഈ സ്ഥാനത്തേക്ക് വരുന്നതെന്ന് നമുക്കറിയാൻ പറ്റും. പക്ഷേ ഇവിടെ നേമത്തെ ഇപ്പോൾ വീണ്ടും വൈഷ്ണ സുരേഷിൻ്റെ പേര് വളരെ സജീവമായി വരുമ്പോൾ അത് കുരുതി കൊടുക്കലാണോ, നേർച്ചക്കോഴിയാണോ, അതോ ജയിക്കുക എന്നുള്ള ഒരു അജണ്ട വച്ച് തന്നെയാണോ കോൺഗ്രസ് അവിടെ മത്സരിക്കുന്നത് അല്ലെങ്കിൽ മത്സരിപ്പിക്കുന്നത് എന്നൊരു ചോദ്യം വളരെ കൃത്യമായി പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഒരുപക്ഷെ ഒരു ചെറുപ്പക്കാരിയെ നിർത്തി, വനിതയെ നിർത്തി, ഒരു ചെറുപ്പക്കാരിയെ നിർത്തി അവരെ രാജീവ് ചന്ദ്രശേഖരനെതിരെ ജയിപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ ശിവൻകുട്ടിക്കെതിരെ ജയിപ്പിച്ചെടുക്കുക എന്നൊരു തന്ത്രവും ഉണ്ടോ എന്നും കോൺഗ്രസ് ആളുകൾക്ക് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. എന്തായാലും ശക്തമായി ഇതിനിടയിൽ MK രാഘവൻ കോഴിക്കോട് നിന്ന് മത്സരിക്കണമെന്ന് പറഞ്ഞ് ചാടിയിട്ടുണ്ട്. കണ്ണൂരിൽ സുധാകരൻ ചാടിയിട്ടുണ്ട്. അടൂർ പ്രകാശ്, ആറ്റിങ്ങൽ MP അടൂർ പ്രകാശ് ചാടിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് MP മാർ ചാടാനായി കൂട്ടയിലുണ്ട്. അവരും കൂടെ ചാടിയാൽ MP മാർ മത്സരിക്കുമോ, KC വേണുഗോപാൽ മത്സരിക്കുമോ, ആരൊക്കെയാണ് ഇനി മത്സരിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നതെന്നും നമുക്കറിയില്ല. എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട് കാര്യങ്ങൾ. രസകരമായ തീരുമാനങ്ങളാണ് നടപ്പിലാവുന്നത്. എന്തായാലും കൊള്ളാം, നടക്കട്ടെ കാര്യങ്ങൾ. അതിനിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചരട് വലികളും പരസ്പര ധാരണയുമൊക്കെ ഈ രാഷ്ട്രീയത്തിൽ വരാം. അങ്ങനെ വന്നാൽ BJP എത്ര സീറ്റ് പിടിക്കും? 1 ആണോ 2 ആണോ 3 ആണോ 5 ആണോ 10 ആണോ നമുക്കറിയില്ല. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ BJP ഒരു സാന്നിധ്യമാകും എന്നുള്ള കാര്യത്തിൽ അവർ ഉറപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ LDF ആണോ UDF ആണോ? ഇപ്പോൾ വരുന്ന ചർച്ചകളനുസരിച്ച്, റിപ്പോർട്ടർ TVയുടെ ചർച്ച അനുസരിച്ച് കട്ടയ്ക്ക് കട്ടയാണ് കാര്യങ്ങൾ നടക്കുന്നത്. മാതൃഭൂമിയുടെ ചർച്ച അനുസരിച്ചും അങ്ങനെയാണ്. പക്ഷേ ഇതൊന്നും ശരിയായിക്കൊള്ളണമെന്നില്ല. KK ശൈലജ 1 ലക്ഷം വോട്ടിന് ജയിക്കുമെന്ന് മാതൃഭൂമി പറഞ്ഞിട്ട് 1.5 ലക്ഷം വോട്ടിന് നമ്മുടെ ഷാഫി പറമ്പിലാണ് ജയിച്ചത്. അതൊന്നും പറയുന്നതിൽ കാര്യമില്ല. എന്തായാലും കേരളത്തിൽ ഒന്നുകിൽ സ്വീപ്പ് വിക്ടറി ആയിരിക്കും, തൂത്തുവാരും കോൺഗ്രസ്, അല്ലെങ്കിൽ ഒരു 10-75 സീറ്റിനകത്ത് കോൺഗ്രസ് വരാനാണ് ഇപ്പോഴും സാധ്യത. ഇനി എന്ത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.